ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മത്തങ്ങ കായ എരിശ്ശേരിയാണ് തയ്യാറാക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. ഈ എരിശ്ശേരി തയ്യാറാക്കുന്നതിന് ഞാനിവിടെ 2 കായയും ഒരു ചെറിയ കഷ്ണം മത്തങ്ങയും തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ, പിന്നെ ഒരു 4 കഷ്ണം ചെറിയുള്ളി, ഇത്രയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഒരു കുക്കറിലേക്ക് കായയും മത്തങ്ങയും ചേർത്ത് കൊടുക്കാം. മത്തങ്ങയും കായയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മത്തങ്ങയും കായയും വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടുന്ന അരപ്പ് കൂടി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകവും 1 ടീസ്പൂൺ കുരുമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് എരിവിനായിട്ട് കുരുമുളക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി അത് നന്നായിട്ട് വെള്ളം ചേർത്തൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അടുത്തതായി ഒരു ചട്ടി തീയിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കടുക് കൂടി ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പിലയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വീഡിയോസിലൊക്കെ വെളിച്ചം കുറവായിട്ട് തോന്നുന്നുണ്ടല്ലേ, അതിൻ്റെ ആ ഒരു ക്ലാരിറ്റി കുറഞ്ഞ പോലെ. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ തുണിയൊക്കെ വിരിച്ചിടാനൊന്നുള്ള ഒരു സൗകര്യമില്ല. അപ്പം നമ്മളിങ്ങനെ പടുത കെട്ടിയിട്ടുണ്ട്. അതപ്പോൾ അടുക്കള ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടുന്ന് ജനലിൽ നിന്ന് നല്ല സൺലൈറ്റ് കിട്ടുന്നില്ല ഇപ്പം. അതാണ് ഒരു ഇരുളിമ പോലെ വീഡിയോസിലേക്ക് ഇപ്പോൾ തോന്നുന്നത്. അതെല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത ചെറിയുള്ളിയും പത്തലമുളകൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങ നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഒന്ന് ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. അടുത്തതായി ഈ തേങ്ങ വറുത്തെടുത്ത ഈ ചട്ടിയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് മുമ്പ് വേവിച്ച് വെച്ചിരുന്ന കായയും മത്തങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കഷ്ണങ്ങളൊക്കെ ഉടയാതെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായി ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ഒരു ചെറിയൊരു മധുരം വരാൻ വേണ്ടിയാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ സമയം നമുക്ക് ഇതിലേക്ക് ഉപ്പിൻ്റെയൊക്കെ പോരായ്കയുണ്ടെങ്കിൽ അതൊക്കെ നോക്കി നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഞാനിതിലേക്ക് കുറച്ച് മുമ്പ് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങയില്ലേ, അതാണ് ഇതിലേക്ക് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അത് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഈ എരിശ്ശേരിക്ക്. നമ്മൾ സാധാരണ അരപ്പ് അരച്ച് ചേർക്കാറേ ഉള്ളൂ എരിശ്ശേരിക്ക്. നമ്മളിത് അരപ്പ് അരച്ച് ചേർക്കുകയും ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് തേങ്ങ വറുത്ത് ഇങ്ങനെ കോരി അതിൻ്റെ മുകളിലിടുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് അത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ. പിന്നെ ഈ തേങ്ങ വറുത്തത് ചേർക്കുന്നതിന് മുൻപായിട്ട് വേണമെങ്കിൽ കുറച്ച് പച്ച കറിവേപ്പില വേണമെങ്കിൽ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഓൾറെഡി നമ്മൾ തേങ്ങ വറുത്തെടുത്തപ്പോൾ അതിൽ കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാതിരുന്നത്. പിന്നെ ഈ തേങ്ങ വറുത്തത് ചേർക്കുന്നതിന് മുൻപായിട്ട് വേണമെങ്കിൽ കുറച്ച് പച്ച കറിവേപ്പില വേണമെങ്കിൽ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഓൾറെഡി നമ്മൾ തേങ്ങ വറുത്തെടുത്തപ്പോൾ അതിൽ കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാതിരുന്നത്. ഈ സ്പെഷ്യൽ എരിശ്ശേരി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. See you again. Thank you.